നമസ്കാരം, ഏവർക്കും ബോധിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്, വിൻഡോസ് ഓഫ് നോളേജ്. എന്നാണ് അറിവിന്റെ വാതായനങ്ങൾ. അപ്പൊ ഈ ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്ക് ഈ ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഏത്? ഈ രണ്ടാമത്തെ വിൻഡോസ് ഓഫ് നോളേജ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അറിവിന്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. ഈ ചാപ്റ്റർ നിങ്ങൾ എക്സാമിന് പഠിക്കുന്നതിനുപരി നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമാകുന്ന ഒരു ചാപ്റ്റർ ആണെന്ന് പറയുന്നത് ഈ വിൻഡോസ് ഓഫ് നോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പഠിക്കേണ്ട നമ്മുടെ സെൻസ് ഓർഗൻസിനെ പറ്റിയിട്ടും അവയുടെ പ്രൊട്ടക്ഷനും അവയുടെ ഫംഗ്ഷനും ഒക്കെയാണ്, അല്ലെങ്കിൽ അവയെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ഹെഡ്ലൈൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. നേപ്പാളിൽ ഉണ്ടായ ഒരു ഭൂകമ്പത്തിന്റെ ഒരു പത്രവാർത്ത അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആണ് എന്ത് ചെയ്തേക്കുന്നത്, ഇവിടെ കൊടുത്തേക്കുന്നത്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ മണ്ണിനടിയിലായി പോയിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്ത് ചെയ്ത ട്രെയിനിങ് ഒക്കെ കൊടുത്ത നായ്ക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവിടെ നായ്ക്കളെ ഉപയോഗിച്ചത്, അല്ലെ ഡോഗ്സിനെയൊക്കെ ഉപയോഗിക്കുന്നത്? നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടായിരുന്നു, ഈ എന്തെങ്കിലും ക്രൈമുകളൊക്കെ നടന്നു കഴിഞ്ഞാല് നായ്ക്കളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഡോഗ് സ്ക്വാഡ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, അവ മണം പിടിച്ച് പോയിട്ട് എന്ത് ചെയ്യാറുണ്ട്, പ്രതികളെ അല്ലെങ്കിൽ ഈ സംഭവ സ്ഥലത്ത് നടന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, സ്മെല്ല് അല്ലെങ്കിൽ മണത്തെ ആശ്രയിച്ചാണ് എന്ത് ചെയ്യുന്നത്, നായ എന്ത് ചെയ്യുന്നത്, സ്ഥലം കണ്ടെത്തുന്നു. മനുഷ്യന് മൂക്കില്ലേ? ഉണ്ട്. മനുഷ്യന് ശ്വസിക്കാനുള്ള അല്ലെങ്കിൽ മണക്കാനുള്ള കഴിവില്ലേ? ഉണ്ട്. എന്നാൽ ഈ നായയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നായയെ അപേക്ഷിച്ച് മനുഷ്യരിൽ കാണപ്പെടുന്ന ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഏതാണ്? ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, മനുഷ്യന് കുറവാണ്. നായകളെ അപേക്ഷിച്ച് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആർക്ക് കുറവാണ്, അല്ലെങ്കിൽ ശ്വസിക്കുക അല്ലെങ്കിൽ ഗന്ധം മനസ്സിലാക്കാനുള്ള ഗ്രാഹികൾ മനുഷ്യന് കുറവാണ്. അല്ലെങ്കിൽ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത് എന്ത് ചെയ്യുന്നു, ഒരു മനുഷ്യനിലെ ഈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു പോസ്റ്റൽ സ്റ്റാമ്പിന്റെ അത്രേ കാണത്തുള്ളൂ. എന്ന് കഴിഞ്ഞാൽ നായ്ക്ക് എടുത്തു കഴിഞ്ഞാലോ അതൊരു നല്ലൊരു കർട്ടന്റെ സൈസിലുള്ള ഇതുണ്ട്. അപ്പോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡോഗ്സിനെ തന്നെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ഈ സ്മെല്ല് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോ മനുഷ്യനേക്കാളും ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആർക്ക് കൂടുതലാണ്? നായക്ക് കൂടുതലാണ്. ഇതേപോലെ ഓരോന്നും എന്ത് ചെയ്യാം, മനുഷ്യനേക്കാളും അല്ലെങ്കിൽ പല പല ജീവികളിലും എന്തായിരിക്കാം, വ്യത്യാസപ്പെട്ടിരിക്കാം. ഈ കാര്യം ഇവിടെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് പുറമെ നമുക്ക് വീണ്ടും കുറച്ച് സെൻസ് ഓർഗൻസും കൂടി ഉണ്ട് അല്ലെ. നമ്മൾ മലയാളത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും അല്ലെ. 5 തരത്തിലുള്ള സെൻസ് ഓർഗൻസ് കാണപ്പെടുന്നു. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നോസ്. അപ്പോ പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാം അല്ലെ, ഇയർ, ചെവി, അതുപോലെ തന്നെ നോസ്, ഐസ്, പിന്നെ ടങ് അല്ലെ, നാക്ക്, രുചി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ടങ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ സ്കിന്ന് അല്ലെ, നമ്മൾ ടച്ച് ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എവിടെയാണ്, സ്കിന്നിലാണ് ഉണ്ടാകുന്നത്. അപ്പോ 5 തരത്തിലുള്ള സെൻസ് ഓർഗൻസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്, ഹ്യൂമനില് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ജീവികളില് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയുകയാണ്, 5 തരത്തിലുള്ള സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇയേഴ്സ്, അതുപോലെ തന്നെ ഐ, പിന്നെ നോസ്, ടങ്, പിന്നെ സ്കിന്ന്. ഇത്രയുമാണെന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രധാനപ്പെട്ട 5 സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ ഈ സെൻസ് ഓർഗനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവയുടെ പൊസിഷൻ എവിടെയാണ്, നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ഇത് കാണപ്പെടുന്നത്, അതുപോലെ തന്നെ അവയുടെ പ്രൊട്ടക്ഷൻ, പിന്നെ അവയുടെ ഫങ്ഷൻ, അവയെ അഫക്ട് ചെയ്യുന്ന ഡിസീസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഡിസ്കസ് ചെയ്യാനുള്ള സെൻസ് ഓർഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് ആണ് അല്ലെ. ഐയെ പറ്റി അല്ലെങ്കിൽ കണ്ണിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ശരീരത്ത് കണ്ണ് എവിടെയായിട്ടാണ് കാണപ്പെടുന്നത്, അല്ലെ ഐ എവിടെയായിട്ടാണ് കാണപ്പെടുന്നത്, അല്ലെ തലയോട്ടിലാണ് കാണപ്പെടുന്നത് അല്ലെ. തലയോടിന്റെ അല്ലെങ്കിൽ സ്കള്ളിന്റെ ഈ ഭാഗത്താണ്, ഫ്രണ്ട് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന കുഴിയിലാണ് എന്ത് ചെയ്യുന്നത്, കണ്ണ് കാണപ്പെടുന്നത് അല്ലേ. ഡിപ്രഷൻ ഇൻ ദ സ്കള്ള്, അതായത് സ്കള്ളിനുള്ളിലെ അല്ലെങ്കിൽ തലയോട്ടിനുള്ളിലെ കുഴിയിൽ അല്ലെങ്കിൽ തലയോട്ടിലെ കുഴികളിലാണ് എന്ത് കാണപ്പെടുന്നത്,
ഐ കാണപ്പെടുന്നത്. അപ്പൊ ഐയുടെ പ്രൊട്ടക്ട് അല്ലെങ്കിൽ ഐയുടെ എന്താണ് പൊസിഷൻ നമുക്ക് മനസ്സിലാവില്ല, അതിന്റെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാവില്ല. എവിടെയാണ്? ആ തലയോട്ടിയുള്ളിലെ ഏതാണ് ഈ സുഷിരങ്ങളിലാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഈ നേത്രഗോളങ്ങള് കാണപ്പെടുന്നു. അല്ലെങ്കിൽ ഡിപ്രഷൻ ഇൻ ദ സ്കള്ള്, അവിടെയാണ് എന്ത് കാണപ്പെടുന്നത്, ഐബോൾസ് കാണപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ തടവി നോക്കി തന്നെ അറിയാം അല്ലെ, എന്താണ് ഇവിടെ ഒരു കുഴിയുണ്ട്, ആ കുഴിക്കകത്താണ് എന്ത് ചെയ്യപ്പെടുന്നത്, കണ്ണ് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടേക്കുന്നത്. ഇനി അടുത്തതാണ് എന്താണ് ഐ മസിൽസ്. ഐ മസിൽസ് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നുള്ളതാണ്. ഈ സ്കള്ളിനകത്ത് അല്ലെങ്കിൽ ഈ ഡിപ്രഷനിൽ എന്ത് ചെയ്യുന്നു, ഈ നേത്രഗോളത്തെ അല്ലെങ്കിൽ എന്താണ് ഐ സോക്കറ്റിനെ എന്ത് ചെയ്ത് വെക്കുന്നു, അവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ജോയിന്റ് ചെയ്ത് വെച്ചേക്കുന്നു, അല്ലെങ്കിൽ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് ആരാണ്, ഐ മസിൽസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഐബ്രോസും ഐലാഷസും ആണ്. അതാണ് ഐബ്രോസും ഐലാഷസും അല്ലെങ്കിൽ കൺപോളകളും കൺപിരികവും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എന്താണ് കണ്ണ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഈ പൊടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, കണ്ണിലടിച്ച് കയറാറുണ്ട്. ഇങ്ങനെയുള്ള പൊടിപടലങ്ങളിൽ നിന്നൊക്കെ എന്ത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഐബ്രോസും അതുപോലെ തന്നെ ഐലാഷസ് ഒക്കെ എന്ത് ചെയ്യുന്നത് ഈ ഭാഗങ്ങളിൽ ഫിക്സ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത ഭാഗം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുനീര് അല്ലെങ്കിൽ ടീയേഴ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണെന്ന് പറയുന്നത് ഈ ടീയേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് കാര്യം കാണാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് കരഞ്ഞ് വീട്ടുകാരെ കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ കാര്യങ്ങളൊക്കെ നേടി എടുക്കാറുണ്ട്. ഇനി കണ്ണീരിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കണ്ണുനീരാണ് നമ്മുടെ കണ്ണിനുള്ളിൽ എന്ത് ചെയ്യുന്നു, വൃത്തിയാക്കൽ ജോലികളൊക്കെ ചെയ്യുന്നത്. അതായത് പൊടിപടലങ്ങളൊക്കെ പോവുക അല്ലെങ്കിൽ പ്രാണികളൊക്കെ പോവുകയാണെങ്കിലും എന്ത് ചെയ്യുന്നു, ഈ കണ്ണുനീരാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കണ്ണിൽ നിന്ന് പോകുന്നതിന്റെ കൂടെ എന്ത് ചെയ്യുക, ഈ പൊടിപടലം കൂടെ എന്ത് ചെയ്യാറുണ്ട്, പുറത്തേക്ക് പോകാറുണ്ട്. ഇനി അതുമാത്രമല്ല, ഈ കണ്ണുനീരിൽ ഒരു ഡൈജസ്റ്റീവ് എൻസൈം അടങ്ങിയിട്ടുണ്ട്, ലൈസോസൈം അടങ്ങിയിട്ടുണ്ട്. എന്താണ് ഡൈജസ്റ്റീവ് എൻസൈം ആയിട്ടുള്ള ലൈസോസൈം അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ അറിയാം അല്ലെ, ലൈസോസൈമിന്റെ പ്രത്യേകത അറിയാം. നമ്മളെ കണ്ണിലത്തേക്ക് അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അന്യ വസ്തുക്കള് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എന്താണ് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ അവയെ എന്ത് ചെയ്യുന്നു, ഡൈജസ്റ്റ് ചെയ്ത് നശിപ്പിക്കുന്നു അല്ലെ, പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് ലൈസോസൈം എവിടെ കാണപ്പെടുന്നത്, കണ്ണുനീരിൽ കാണപ്പെടുന്നത്. പ്രാണികളൊക്കെ കണ്ണിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അവയൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണ്, ജേംസിനെയൊക്കെ നശിപ്പിക്കുന്നത് ലൈസോസൈം ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കണ്ണിന്റെ പ്രൊട്ടക്ഷനെ പറ്റിയിട്ട് പറഞ്ഞത് അല്ലെ, കണ്ണിന്റെ പ്രൊട്ടക്ഷനെ പറ്റിയിട്ട് പറഞ്ഞത്. അപ്പൊ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പൊസിഷൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെയാണ് ഡിപ്രഷൻ ഇൻ ദ സ്കള്ള്, നമ്മൾ അതിനെ എന്താ നേത്രകോടാരം എന്ന് അറിയപ്പെടുന്നു അല്ലെ. ഇനി അടുത്ത എന്താണ് എക്സ്റ്റേണൽ ഐ മസിൽസ് അല്ലെങ്കിൽ പുറമേയുള്ള നമ്മുടെ കണ്ണിന്റെ അകത്തുള്ള മസിൽസ്. ഇവ എന്ത് ചെയ്യുന്നു, ഈ ഡിപ്രഷനകത്ത് അല്ലെങ്കിൽ എന്താണ് ഈ നേത്രകോടാരത്തിനകത്ത് ഈ നേത്രഗോളത്തെ ഉറപ്പിച്ചു നിർത്തുന്നു. ഓക്കെ, ഇനി അതിന്റെ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ആരൊക്കെയാണ്, കഞ്ചന്റൈവ ഉണ്ട്. കഞ്ചന്റൈവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ കണ്ണിന്റെ ഭാഗം എന്ത് ചെയ്യുന്നു, ഡ്രൈ ആയി പോവാതെ എന്ത് ചെയ്യുന്നു, ഒരു സെക്രീഷൻ ഉത്പാദിപ്പിച്ച് സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് കൺപോളകളും കൺപിരിയും അല്ലെ, ഐലാഷസും എന്താണ് ഐബ്രോസും ഇവ എന്ത് ചെയ്യുന്നു, പൊടിപടലങ്ങൾ കണ്ണിനകത്തേക്ക് പോകാതെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനിയാണ് ടീയേഴ്സ് ആണ്. ടീയേഴ്സ് എന്ത് ചെയ്യുന്നു, കണ്ണിന്റെ മുൻഭാഗത്തെ വൃത്തിയായി സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ കണ്ണിനകത്തേക്ക് കിടക്കുന്ന ജേംസിനെയൊക്കെ ലൈസോസൈം എന്ന് പറയുന്ന ഒരു സെക്രീഷൻ ഉത്പാദിപ്പിച്ച് എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് കണ്ണിന്റെ സ്ട്രക്ചർ ആണ് നമുക്ക് നോക്കേണ്ടത്. ഏതാണ് കണ്ണിന്റെ ഘടന. കണ്ണിനെ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നു. എത്രയായിട്ടാണ് കണ്ണിന്റെ ഭാഗങ്ങളെ പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം എന്ന് പറയുന്നു. കണ്ണിന്റെ ഏറ്റവും പുറമെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പുറമേ ഉള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം എന്ന് പറയുന്നത്. ഇനി അതിനകത്തായിട്ട് കാണപ്പെടുന്ന രണ്ടാമത്തെ അല്ലെങ്കിൽ മിഡിൽ ലെയറിനെ അറിയപ്പെടുന്ന പേരാണ് കൊറോയിഡ് അഥവാ എന്താണ് രക്തപടലം എന്ന് അറിയപ്പെടുന്നു. ഇതാണ് രക്തപടലം അഥവാ കൊറോയിഡ് എന്ന് അറിയപ്പെടുന്നു. ഈ രക്തപടലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്താണ് ബ്ലഡ് വെസൽസ് കാണപ്പെടുന്നത്. എന്താണ് രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യഭാഗത്തെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത് കൊറോയിഡ് അഥവാ രക്തപടലം എന്ന് അറിയപ്പെടുന്നു. ഇനി കണ്ണിന്റെ ഏറ്റവും ഉള്ളിലായിട്ട് ഇന്നർ മോസ്റ്റ് പാർട്ടായിട്ട് കാണപ്പെടുന്ന റെറ്റിന. റെറ്റിനയുടെ പ്രത്യേകത, റെറ്റിനയിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് എന്താണ് കാഴ്ച അനുഭവപ്പെടുന്നത്. അപ്പോൾ കാഴ്ച അനുഭവപ്പെടുന്ന ഭാഗമാണ് റെറ്റിന എന്നറിയപ്പെടുന്നത്. കാരണം എന്ന് പറയുന്നത് ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്താണ് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗമാണ് എന്നറിയപ്പെടുന്നത് റെറ്റിന എന്ന് അറിയപ്പെടുന്നു.
അപ്പോ കണ്ണിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ്. ഏറ്റവും പുറമേയുള്ള അല്ലെങ്കിൽ ഏറ്റവും ബാഹ്യമായിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം. ദൃഢപടലം അല്ലെങ്കിൽ ദൃഢമായിട്ട് പറയുമ്പോൾ അറിയാം, കണ്ണിന് ഏറ്റവും കട്ടി കൂടിയ ഭാഗമാണ് എന്നറിയപ്പെടുന്നത് സ്ക്ലീറ എന്ന് അറിയാം. അപ്പൊ നമ്മൾ കണ്ണിന്റെ 3 ഭാഗങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി ആ ഓരോ ഭാഗത്തെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ പോർഷൻ ആയിട്ടുള്ള ഏത് ഈ സ്ക്ലീറയിൽ അല്ലെങ്കിൽ ദൃഢപടലത്തില് 2 ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഒന്നെന്ന് പറയുന്നത് ഏതാണ്? കോർണിയയും അതുപോലെ തന്നെ രണ്ടാമത് കൺജങ്ക്റ്റിവയാണ്. ഏതൊക്കെയാണ്? കോർണിയയും കൺജങ്ക്റ്റിവയും. കോർണിയയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് ഈ ദൃഢപടലത്തിൽ അല്ലെങ്കിൽ സ്ക്ലീറയിൽ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗമാണ് ഇത് ഈ കോർണിയ എന്നറിയപ്പെടുന്നത്. ഈ കോർണിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോർണിയ കുറച്ച് പുറത്തേക്ക് തള്ളിയതും അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്പെറന്റുമാണ്. ചെറിയായിട്ട് പ്രൊജക്റ്റീലുമാണ്, അതുപോലെ എന്താണ് ട്രാൻസ്പെറന്റുമാണ്. ഇത് എന്തുകൊണ്ടാണ് ട്രാൻസ്പെറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു വസ്തുവിനെ നോക്കുന്ന സമയത്ത് ആ ലൈറ്റ് എന്ത് ചെയ്യുന്നു? ആ ലൈറ്റ് നമ്മുടെ കോർണിയ വഴി എവിടെ എത്തുന്നു? റെറ്റിനയിൽ എത്തുന്നു. എവിടെ എത്തുന്നു? കോർണിയ വഴി റെറ്റിനയിൽ എത്തുന്നു. ഈ റെറ്റിനയിലാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഇമേജ് രൂപപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. നമ്മൾ കാണുന്ന ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നത് അവിടെയാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത്. അപ്പോ കോർണിയയുടെ പ്രത്യേകത പറഞ്ഞു. കോർണിയ എന്താണ്? ഈ ദൃഢപടലത്തിൽ അല്ലെങ്കിൽ സ്ക്ലീറയില് ഏറ്റവും പുറമേ ഉള്ള ഭാഗമാണ് കോർണിയ എന്നറിയപ്പെടുന്നത്. ഈ കോർണിയയുടെ പ്രത്യേകത പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഒന്നും പ്രൊജക്റ്റൈലും അതുപോലെ ട്രാൻസ്പെറന്റുമാണ്. അല്ലെങ്കിൽ എന്താണ് ചെറുതായിട്ട് നീങ്ങുന്നു, ഒന്നാണ് പുറത്തേക്ക് തള്ളി നീങ്ങുന്നത്. കണ്ണിൽ നമ്മൾ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ തടവി നോക്കുമ്പോഴത്തേക്ക് അറിയാം അല്ലെ, കണ്ണെന്ത് ചെയ്യുന്നു? ചെറുതായിട്ട് പുറത്തേക്ക് തള്ളി ഒരു ഗോളാകൃതിയിലുള്ള ഭാഗമാണ്. ഇനി എന്ത് ചെയ്യുന്നു? ട്രാൻസ്പെറന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്പെറന്റുമാണ്. വിച്ച് റിഫ്ലക്ട്സ് ദ ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദ റെറ്റിന. എന്ത് ചെയ്യുന്നു? ആ റെറ്റിനയിലേക്ക് ഫോക്കസ് ആവാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു? ലൈറ്റ് റേസിനെ കോർണിയ എന്ത് ചെയ്യുന്നു? അകത്തേക്ക് കടത്തുന്നു. അല്ലെങ്കിൽ കോർണിയ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് റേസ് എവിടെ എത്തുന്നത്? റെറ്റിനയിൽ എത്തുന്നു. അപ്പോ ഇത്രയുമാണ് എന്താണ് കോർണിയയെ പറ്റി പറയാം. അടുത്ത കൺജങ്ക്റ്റിവയാണ്. ദൃഢപടലത്തില് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗമാണെന്ന് അറിയപ്പെടുന്നത് കൺജങ്ക്റ്റിവ എന്ന് അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ദൃഢപടലത്തില് കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ കവർ ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് കൺജങ്ക്റ്റിവ എന്ന് പറയുന്നത്. ഓക്കെ, the layers which covers and protect all part of the eyes except cornea. കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? കവർ ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്? സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലത്തില് പഠിക്കാനുള്ള 2 ഭാഗങ്ങൾ. അപ്പോ അടുത്ത എന്താണ്? കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലമാണ്. രക്തപടലത്തിലെ ഭാഗങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നല്ല വൃത്തിയായിട്ട് നോക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സാമിന് ചോദിക്കുന്നതിലുപരി ഈ ചാപ്റ്റർ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ഉപയോഗമുള്ള കാര്യമാണ്. ഓക്കെ.